السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. സമാദരണീയരായ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമ്മിലേക്ക് സമാഗതമാവാൻ പോവുകയാണ്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസ ലോകത്തെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റബീഉൽ അവ്വൽ വരുമ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തെക്കുറിച്ച് ആലോചിക്കാത്ത, സന്തോഷിക്കാത്ത ഒരാളുമുണ്ടാവില്ല. ഈമാനുള്ളവരൊക്കെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ അഭിമാനം കൊള്ളുകയും അവിടുത്തെ ജന്മത്തിൽ സന്തോഷിക്കുകയും ചെയ്യുന്നത് ലോകത്തങ്ങോളം ഇങ്ങോളം നമ്മൾക്ക് കാണാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമ്മളും തമ്മിലുള്ള ബന്ധം പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്രയും സുദൃഢവും ഈമാനികവുമാണ് എന്നതിൽ മുസ്ലിം ലോകത്ത് തർക്കമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധ ഖുർആനിലൂടെ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിൻ്റെ 6-ാമത്തെ ആയത്ത്, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അന്നബിയ്യു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഔലാ ബിൽ മുഅ്മിനീൻ വിശ്വാസികളോട് ഏറ്റവും കടപ്പെട്ട, ഏറ്റവും ബന്ധപ്പെട്ട ആളാണ്. മിൻ അൻഫുസിഹിം അവരുടെ സ്വശരീരങ്ങളെക്കാൾ, അവരുടെ ശരീരത്തെക്കാളും അവരുടെ ആത്മാവിനേക്കാളും അവരുടെ കുടുംബത്തെക്കാളും മാതാപിതാക്കളെക്കാളും ഭാര്യ സന്താനങ്ങളെക്കാളും വിശ്വാസി സ്നേഹിക്കുന്നത്, കടപ്പെട്ടത്, ഹബ്ബ് വെക്കുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് വന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിലും വലിയൊരു നിഅമത്ത് വേറെ ഉണ്ടായിട്ടില്ല. അത് പരിശുദ്ധ ഖുർആൻ സമ്മതിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ലോകം അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ജന്മദിനത്തെ അത്രമേൽ സ്നേഹിക്കുന്നത്. ഇമാം ബുഖാരി അടക്കമുള്ള സ്വഹീഹുൽ ബുഖാരിയുടെ പ്രസിദ്ധമായ വ്യാഖ്യാനം ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജറുൽ അസ്ഖലാനി അടക്കമുള്ള മഹാരഥന്മാർ വളരെ കൃത്യമായി ഈ വിഷയം പറഞ്ഞു തന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ പേരെടുത്താക്ഷേപിച്ച, നരകത്തിലാണെന്ന് കട്ടായമായി പറഞ്ഞ വ്യക്തിയാണ് അബൂലഹബ്. അവനെ ആക്ഷേപിക്കാൻ വേണ്ടി മാത്രം പരിശുദ്ധ ഖുർആനിൽ ഒരധ്യായം തന്നെയുണ്ട്. ആ അബൂലഹബിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിച്ചതിൻ്റെ പേരിൽ തൻ്റെ അടിമ സ്ത്രീയായ സുവൈബത്തുൽ സുവൈബയെ ഈ വിവരം വന്ന് പറഞ്ഞപ്പോൾ അബൂലഹബ് സ്വതന്ത്രയാക്കി, അഥവാ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ജന്മത്തിൽ സന്തോഷിച്ചു. അതിൻ്റെ പേരിൽ നരകത്തിലാണ് എന്ന് ഖുർആൻ പേരെടുത്തു പറഞ്ഞ അബൂലഹബിന് ബർസഖിയായ ലോകത്ത് അയാൾക്ക് ഖബർ ശിക്ഷയിൽ എല്ലാ തിങ്കളാഴ്ചയും ഇളവ് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് സ്വഹീഹുൽ ബുഖാരി. അദ്ദേഹത്തിൻ്റെ കൈവിരലുകൾക്കിടയിലൂടെ ദാഹജലം ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാർ. അപ്പോൾ അവിശ്വാസിയായ, നരകക്കാരനായ അബൂലഹബിന് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിച്ചതിന് മരണശേഷം ഗുണം ലഭിക്കുന്നുവെങ്കിൽ, ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ഹാഫിള് ശംസുദ്ദീൻ ദിമിഷ്കി തങ്ങൾ വളരെ മനോഹരമായി ഒരു പദ്യത്തിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്: ഇദാ കാന ഹാദാ കാഫിറൻ ജാഅ ദമ്മുഹു വതബ്ബത് യദാഹു ഫിൽ ജഹീമി മുഖല്ലദാ. ഇദാ കാന ഹാദാ കാഫിറൻ, നമ്മൾ ഈ പറയപ്പെട്ട വ്യക്തി അബൂലഹബ് അവിശ്വാസിയാണല്ലോ, ലോകത്ത് തർക്കമില്ലല്ലോ. ജാഅ ദമ്മുഹു, അയാൾ ആക്ഷേപിച്ചുകൊണ്ട് ഖുർആനിൽ ഒരധ്യായം തന്നെയുണ്ട്.
വതബ്ബത് യദാഹു ഫിൽ ജഹീമി മുഖല്ലദ. അവന്റെ ശരീരം, അവന്റെ കൈകൾ നാശമടഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ ശരീരം കാലാകാലം നരകത്തിലാണ്. ആ അബൂലഹബിന് അതഅന്നഹു ഫീ യൗമിൽ ഇസ്നൈനി ദായിമാ യുഖഫഫു അൻഹു ലിസ്സുറൂരി ബി അഹ്മദ. അഹ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിച്ചതിൻ്റെ പേരിൽ എല്ലാ തിങ്കളാഴ്ചയും കൃത്യമായി ശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കുമെങ്കിൽ മഹാൻ ചോദിക്കുകയാണ്, ഫമല്ലന്നു ബിൽ അബ്ദില്ലദീ തൂല ഉംരിഹി ബി അഹ്മദ മസ്റൂറൻ വമാത മുവഹിദാ. ഏകനായ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങൾ അവിടുത്തെ ജന്മത്തിൽ സന്തോഷിച്ചാൽ അയാളുടെ അവസ്ഥ മോശമാണോ? അയാൾക്ക് പ്രതിഫലം ലഭിക്കൂലേ? ആർക്കാ ഇതിൽ തർക്കമുള്ളത്? നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? എന്തിനാണ് വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്? എന്തിനാണ് അനാവശ്യമായ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത്? ഖൽബിൽ ഈമാനുള്ള ഒരു മനുഷ്യന് അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിച്ച് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ജന്മത്തെ ചെറുതാക്കി കാണിക്കാൻ കഴിയില്ലെന്ന് മഹാനവർകൾ തൻ്റെ കവിതയിലൂടെ സൂചിപ്പിക്കുകയാണ്. ആ പരിശുദ്ധ റബീഉൽ അവ്വൽ നമുക്ക് സമാഗതമാവുകയാണ്. നമ്മൾ നോക്കൂ, നമ്മൾ ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ അയാളുമായി ബന്ധപ്പെട്ടതിനെയും നമ്മൾ ഇഷ്ടം വെക്കും. നമ്മൾക്കൊക്കെ ഉദാഹരണങ്ങൾ ഒരുപാട് പറയാനുണ്ടാവും. എന്നാൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്ത് എങ്ങനെയൊക്കെ ഇഷ്ടപ്പെട്ടു, മഹാന്മാരെങ്ങനെയൊക്കെ ഇഷ്ടപ്പെട്ടു, അവരുടെ ജീവിതത്തിൽ നിരവധി ഉദാഹരണങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ ഹബീബ് ടച്ച് ചെയ്തതിനെ അവർ പിന്നീട് കൈക്കലാക്കാൻ ശ്രമിച്ചതും അള്ളാഹുവിൻ്റെ ഹബീബിനെ കണ്ടവരെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ചതൊക്കെ ചരിത്രത്തിൽ നമ്മൾക്ക് കാണാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ കഅബ് ബിൻ സുഹൈർ അസ്സുലമി റളിയല്ലാഹു അൻ പ്രവാചക പ്രകീർത്തനം കൊണ്ട് ലോകത്ത് ശ്രദ്ധ നേടിയ മഹാകവിയാണ്. അദ്ദേഹത്തിന്റെ കുടുംബം തന്നെ അറബ് സാഹിത്യത്തിലെ പ്രധാന കവികളാണ്. അദ്ദേഹത്തിന്റെ പിതാവ് സുഹൈർ ബിൻ അബി സുൽമ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ പിതൃ സഹോദരി ഹൻസ എന്നായിരുന്നു അവരുടെ പേര്. അവരൊക്കെ ചരിത്രത്തിലെ അറബ് സാഹിത്യത്തിലെ പ്രഗത്ഭരായ കവികളാണ്. ഒരു കുടുംബം, വലിയ കവികളുള്ള സാഹിത്യകാരന്മാരുള്ള കുടുംബമാണ് കഅബ് ബിൻ സുഹൈറിന്റെ. അദ്ദേഹത്തിന്റെ സഹോദരൻ ബുജൈറും കഅബും കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടി പുറപ്പെടുകയാണ്. ആട്ടിടയന്മാരാണ് അവർ. വഴിമധ്യേ ബുജൈർ കഅബിനോട് പറഞ്ഞു, ഉസ്ബുത് ഫീ ഗനമിനാ ഹത്താ ആതി ഹാദർ റജുൽ ഫഅസ്മഉ മിൻ. നീ ആടുകളുടെ അടുത്ത് നിൽക്ക്, ഞാൻ ആ പ്രവാചകരെ ഒന്ന് പോയിട്ട് കാണട്ടെ, അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കഅബിനെ ഒരിടത്ത് നിർത്തിയിട്ട് ബുജൈർ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ പോയി. അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടു. ബുജൈർ സംസാരിച്ചു. അറബ് സാഹിത്യത്തിൽ വലിയ കഴിവുള്ള ബുജൈറിന് റസൂലുള്ളാന്റെ ആദ്യത്തെ സംസാരത്തിൽ തന്നെ കാര്യങ്ങൾ ബോധ്യമായി. അയാൾ അവിടെ വെച്ചുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് ഇസ്ലാം സ്വീകരിച്ചു. ഈ വിവരം കഅബ് അറിഞ്ഞു. കഅബ് ദേഷ്യം പിടിച്ചുകൊണ്ട് തൻ്റെ സഹോദരനെയും പരിശുദ്ധ ഇസ്ലാമിനെയും ആക്ഷേപിച്ചുകൊണ്ട് അപ്പ തന്നെ ഒരു കവിത എഴുതി. ആ കവിത ജനങ്ങൾ മുഴുവനും പരന്നു. ആ കവിത കാരണം അവരുടെ കവിതകൾ അത്രയും ശ്രദ്ധയാകർഷിക്കുന്ന കവിതകളാണ്. ഇസ്ലാമിനെയും തൻ്റെ സഹോദരനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള കഅബ് ബിൻ സുഹൈറിന്റെ കവിത അള്ളാഹുവിന്റെ പ്രവാചകരുടെ കാതിലുമെത്തി. അവിടെന്ന് പറഞ്ഞു, ആരെങ്കിലും കഅബിനെ കണ്ടാൽ അവനെ കൊന്നുകളയണം എന്ന് ഓർഡറിട്ടു, ആജ്ഞാപിച്ചു. ഈ വിവരം കഅബ് ബിൻ സുഹൈർ അറിഞ്ഞു. തൻ്റെ സഹോദരൻ ബുജൈർ കഅബിനൊരു കത്തെഴുതുകയാണ്. ഫത്തിർ ഇലാ റസൂലില്ലാ, നീ വേഗം അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് വരണം, നിന്നോട് വലിയ ദേഷ്യമുണ്ട് അവിടത്തേക്ക്, നീ വരണം. ഫഇന്നഹു ലാ യഖ്തുലു അഹദൻ ജാഅഹു തായിബാ, ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് തൗബ ചെയ്തവനായി ആരെങ്കിലും വന്നാൽ അള്ളാഹുവിന്റെ റസൂലിന് അയാളോട് ഒരു വിഷമം ഉണ്ടാവൂല. നീ ഇസ്ലാമിനെ വിമർശിച്ചതും ഒക്കെ അവിടെ നിന്ന് പൊറുക്കും. ഇസ്ലാമിലേക്ക് വന്നുകൊണ്ട് നീ വേഗം വരണം എന്ന് പറഞ്ഞ് ഞാൻ ചുരുക്കി പറയുകയാണ്. കഅബ് ബിൻ സുഹൈർ അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ വരികയാണ്. നേരിട്ട് മുന്നിലേക്ക് വരാൻ ധൈര്യമില്ല. സുബഹിയുടെ ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോ സഫിന്റെ പിറകിലത്തെ സഫിൽ കഅബ് ബിൻ സുഹൈർ വന്നു നിന്നു. സുബഹി നിസ്കാരം കംപ്ലീറ്റ് ചെയ്തു. അള്ളാഹുവിന്റെ റസൂൽ ഈ കക്ഷിയെ നേരിട്ട് കണ്ടില്ല. നിസ്കാരം കഴിഞ്ഞു. കഅബ് ബിൻ സുഹൈർ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് പോയിരുന്നു. വളരെ മിതമായ ശബ്ദത്തിൽ കഅബ് ബിൻ സുഹൈർ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയെ, ഇന്ന കഅബ് ബിൻ സുഹൈറിൻ ഖദ് ജാ,
കഅബ് ഇബ്നു സുഹൈർ എന്ന് പറയുന്ന ആള് വന്നിട്ടുണ്ട് നബിയെ. ആരാണ് കഅബ് എന്ന് പറഞ്ഞില്ല. കഅബ് ഇബ്നു സുഹൈർ വന്നിട്ടുണ്ട്. ലയസ്തഅ്മിനു മിൻക താഇബൻ മുസ്ലിമാ, അങ്ങയോട് അഭയം തേടിയിട്ടാണ് വന്നിട്ടുള്ളത്, തൗബ ചെയ്തവനായി, അതേപോലെ തന്നെ മുസ്ലിമായി കഅബ് ഇബ്നു സുഹൈർ ഇവിടെ വന്നിട്ടുണ്ട് നബിയെ. ഫഹൽ അൻത ഖാബിലുൻ മിൻ ഇൻ അന ജിഅ്തുക ബിഹി, ഞാൻ അയാളെ തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ തങ്ങൾ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു. കൊല്ലാൻ ഓർഡറിട്ടതിന്റെ ഭയം കൊണ്ടാണ് കഅബ് അങ്ങനെ ചോദിച്ചത്. ആ കഅബ് ഇബ്നു സുഹൈറിനെ ഞാൻ അങ്ങയുടെ മുന്നിൽ കൊണ്ടുവന്നാൽ തങ്ങൾ സ്വീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നഅം, അതെ ഞാൻ സ്വീകരിക്കും. ഇസ്ലാമിൽ വിരോധമില്ല, വൈരാഗ്യമില്ല. ആ വൈരാഗ്യം ഞാൻ ഒഴിവാക്കും, ഞാൻ അവനോടുള്ള വെറുപ്പൊഴിവാക്കും. കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ കഅബ് ഇബ്നു സുഹൈർ പറഞ്ഞു, അന യാ റസൂലല്ലാഹ് കഅബ് ഇബ്നു സുഹൈർ, നബിയെ ഞാനാണ് ആ കഅബ് ഇബ്നു സുഹൈർ. അങ്ങേ ആക്ഷേപിച്ചുകൊണ്ട് പാട്ടുപാടിയ, എൻ്റെ ബുജൈറിനെ ആക്ഷേപിച്ചുകൊണ്ട് പാട്ടുപാടിയ ആള് ഞാനാണ് നബിയെ എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചുകൊണ്ട് പാടിയ ഒരു പാട്ടുണ്ട്. ബാനത്തു സുആദു ഫഖൽബിൽ യൗമ മത്ബൂലു എന്ന് തുടങ്ങുന്ന ലോകപ്രസിദ്ധമായ പ്രവാചക കീർത്തനം അവിടുത്തെ മുന്നിലിരുത്തിക്കൊണ്ട് പാടിയ പാട്ടാണ്. ആ പാട്ടിൽ ആകൃഷ്ടനായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഷാൾ എടുത്തിട്ട് കഅബ് ഇബ്നു സുഹൈറിന് അണിയിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് കഅബ് ഇബ്നു സുഹൈറിന്റെ ബാനത്ത് സുആദ് അൽ ബുർദ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇമാം ബൂസൂരിയുടെ ബുർദ വേറെയാണ്, ഇതിനും അൽ ബുർദ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ ഷാളിന് വേണ്ടി മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്ത കാലത്ത് കഅബ് ഇബ്നു സുഹൈറിന്റെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചു. റസൂലുള്ള ഇട്ടുകൊടുത്ത ആ ഒരു ഷാളിനോടുള്ള മഹബത്ത് കൊണ്ട് ആ കാലത്ത് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു 10,000 ദിർഹം അഥവാ 10,000 സ്വർണ്ണ നാണയം തരാമെന്ന് പറഞ്ഞു. ചിന്തിക്കാൻ പോലും കഴിയാത്ത വലിയൊരു വിലയാണത്. പക്ഷേ കഅബ് ഇബ്നു സുഹൈർ പറഞ്ഞു, മാ കുന്തു ലഉസിറു ബിസൗബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹദാ, ഏത് പ്രഗൽഭൻ വന്നാലും അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് ധരിപ്പിച്ചു തന്ന പുതപ്പിനേക്കാൾ വലുതായിട്ട് ഞാൻ ആരെയും കാണുന്നില്ല. ഞാനത് ആർക്കും കൊടുക്കൂല. അതെന്റെ ശരീരത്തോട് ചേർത്ത് വെക്കുന്ന അമൂല്യ നിധിയാണ്, അത് മഹബ്ബത്താണ്. മുആവിയ റളിയല്ലാഹു അൻഹു വിട്ടില്ല. മഹാനായ കഅബ് ഇബ്നു സുഹൈർ മരിച്ചതിന് ശേഷം തൻ്റെ അനന്തരാവകാശി മകന് അനന്തര സ്വത്തായിട്ട് ആ ഷാള് കിട്ടി എന്നറിഞ്ഞു. മുആവിയ റളിയല്ലാഹു അൻഹു വീണ്ടും ആളെ പറഞ്ഞയച്ചു. വലിയ വില പറഞ്ഞു, കൊടുത്തില്ല. അവസാനം 20,000 ദിർഹമിന് 20,000 സ്വർണ്ണ നാണയങ്ങൾക്ക് മുആവിയ റളിയല്ലാഹു അൻഹു ആ ഷാള് കൈക്കലാക്കി. എന്താണ് ആ ഷാളിന്റെ പ്രത്യേകത? അത് അല്ലാഹുവിന്റെ റസൂൽ ടച്ച് ചെയ്ത ഷാളാണ്. സ്വഹാബത്ത് അങ്ങനെയാണ് മഹബത്ത് വെച്ചത്. ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 10 കൊല്ലത്തെ ഖാദിമാണ്. ആ അനസ് റളിയല്ലാഹു അൻഹു ദഫഅ ഇലാ അബുൽ ആലിയത്തുർ റയാഹി, അബുൽ ആലിയത്തുർ റയാഹി എന്ന് പറയുന്ന മഹാൻ താബിയുകളിൽ പ്രധാനിയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് നിന്ന് ഇസ്ലാം സ്വീകരിച്ച ആളാണ്. ആ അബുൽ ആലിയ തങ്ങൾക്ക് തുഫാഹത്തൻ ഒരു ആപ്പിൾ കൊടുത്തു. അനസ് റളിയല്ലാഹു അൻഹു ഒരു ആപ്പിൾ കൊടുത്തു. അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷെ ആ ആപ്പിൾ കയ്യിൽ കിട്ടിയപ്പോ അബുൽ ആലിയ തങ്ങൾ ആ ആപ്പിൾ കയ്യിൽ വാങ്ങി വജഅല യശുമ്മുഹാ വയുഖബ്ബിലുഹാ വയംസഹുഹാ ബിവജ്ഹിഹി, ആ ആപ്പിൾ ചുംബിച്ചു, ആ ആപ്പിൾ മുത്തിമണത്തു, ആ ആപ്പിൾ തന്റെ മുഖത്തിങ്ങനെ തലോടി. എന്നിട്ട് പറഞ്ഞു, തുഫാഹത്തുൻ മസ്സത്ഹാ കഫുൻ മസ്സത്ഹാ കഫു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ആപ്പിള് റസൂലുള്ളാഹിനെ തൊട്ടവരുടെ കൈ കൊണ്ട് പിടിച്ച ആപ്പിളാണ്, ഇതിന് മഹത്വമുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് മുത്തിമണത്തു. അബുൽ ആലിയ എന്ന താബിയുകളിൽ പ്രധാനിയായ മഹാൻ, അത് മഹബത്തിന്റെ ഉദാഹരണമാണ്. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ. സാബിത്തുൽ ബുനാനി തങ്ങൾ 40 കൊല്ലം അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നടന്ന മഹാനാണ്, താബിയുകളിൽ പ്രധാനിയാണ്. അനസിനെ കണ്ടുമുട്ടിയ ഉടനെ തന്നെ ചോദിച്ചു, റഅത്ത് ഐനാക റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അനസേ നിങ്ങളുടെ 2 കണ്ണ് റസൂലുള്ളാഹിനെ കണ്ട കണ്ണല്ലേ എന്ന് ചോദിച്ചു. ഖാല നഅം, അതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട കണ്ണാണെന്ന് പറഞ്ഞപ്പോൾ ഫഖബ്ബൽതുഹുമാ, മഹാൻ പറയാൻ ഞാൻ അനസിന്റെ 2 കണ്ണിലും ചുംബിച്ചു. റസൂലുള്ളാഹിനെ കണ്ട കണ്ണ്, മഹബത്തിന് അതിരില്ല കേട്ടോ. വിമർശകന്റെ ഖൽബിൽ ഈമാനില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം.
രണ്ട് കണ്ണിലും ചുംബിച്ചു. എന്നിട്ട് ചോദിച്ചു, ഫസബബ്തൽ മാഅ ബിയദൈക അലാ റസൂലില്ലാ, അങ്ങയുടെ രണ്ട് കൈ കൊണ്ടും റസൂലുള്ളാഹിക്ക് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ലേ അനസേ? ഖാല നഅം, അതെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഫഖബ്ബൽതുഹുമാ, ആ രണ്ട് കൈ പിടിച്ച് ചുംബിച്ചു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത കൈയാണ്. ആ രീതിയിൽ ഹുബ്ബ് വെച്ചു മഹാന്മാർ. അതുകൊണ്ട് റബീഉൽ അവ്വൽ സമാഗതമാകുമ്പോൾ നമ്മൾ ഒരുങ്ങണം അവിടുത്തെ സുന്നത്തുകളെ കുറിച്ച് പഠിക്കാൻ, അവിടുത്തെ ജീവിതത്തെക്കുറിച്ച് പഠിക്കാൻ, നമ്മുടെ കുഞ്ഞുമക്കൾക്ക് പ്രോത്സാഹനം കൊടുക്കാൻ, റബീഉൽ അവ്വലിന്റെ മൗലിദ് സദസ്സുകളിൽ പങ്കെടുക്കാനൊക്കെ നമ്മളെല്ലാവരും സമയം കണ്ടെത്തണം. അത് അള്ളാഹുവിങ്കൽ വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. വരും വെള്ളിയാഴ്ചകളിൽ അതിനെക്കുറിച്ച് ഇൻഷാ അള്ളാഹ് നമ്മൾ ഇവിടെ വെച്ചുകൊണ്ട് സൂചിപ്പിക്കും. അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മെ കബൂൽ ചെയ്യട്ടെ. അവിടുത്തെ യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന ഒരു കുഞ്ഞുമോൻ, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പനി വർദ്ധിച്ച് രക്തത്തിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറഞ്ഞിട്ട് ICUവിൽ കിടക്കുകയാണ്. അള്ളാഹു ആ കുഞ്ഞുമോന് എത്രയും പെട്ടെന്ന് പരിപൂർണമായ ശിഫാവ് കൊടുക്കട്ടെ. അതിനുള്ള വഴികൾ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.